ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും പരീക്ഷകളിൽ ഉന്നത വിജയവും ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അധികാര പദവി കൈവരും. സർക്കാർ സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാകും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കും. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവും. വാർത്താ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പദവിക്ക് യോഗം കാണുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിലുള്ളവർക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാവും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാലയും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക അവസാന 45 നാഴിക, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. കർമ്മരംഗത്ത് കാതലായ മാറ്റമുണ്ടാവും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. സുഹൃത്തുക്കൾ മൂലം അപവാദം കേൾക്കുവാനിടവരും. ബിസിനസ്സുകാർ അപരിചിതരുമായി പണമിടപാടുകളിൽ ഇടപെടാതിരിക്കുക. കുടുംബത്തും ജോലിസ്ഥലത്തും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടാവും. പണം കടം കൊടുക്കുന്നതും ബിസിനസ്സിനായി അധികം പണം ചെലവഴിക്കുന്നതും നല്ലതല്ല. കായിക രംഗത്തുള്ളവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത കാണുന്നു. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക. അപകടത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്, മകേര അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 45 നാഴിക. ദാമ്പത്യ ജീവിതം പുഷ്ടികരമായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവിഹിതം കൂടും. വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനപ്രാപ്തി ഉണ്ടാവും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദം അവസാന പാദം, പൂയം ആയില്യം. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിൽ ഹാജരാകുന്നതിന് തടസ്സം നേരിടും. കൂടുതൽ യാത്ര ആവശ്യമായി വരും. ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ചുമതലകളിൽ മാറ്റം വരും. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് ലോൺ അനുവദിച്ചു കിട്ടും. വിവാഹപ്രായമായവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടവും പുതിയ അവസരങ്ങളും ലഭിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനോവിഷമമുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂർ, മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. സന്താനങ്ങൾ മൂലം അഭിമാനിക്കാവുന്ന അവസ്ഥകൾ വന്നു ചേരും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. കർമ്മരംഗം പുഷ്ടികരമായിരിക്കും. അവിചാരിതമായി ധാരാളം ധനം കൈവശം വന്നു ചേരും. ഭാഗ്യക്കുറി, ഊഹക്കച്ചവടം എന്നിവ മൂലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. സുഹൃത്തുക്കളിൽ നിന്നും പലവിധത്തിൽ സഹായം ലഭിക്കും.
കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. ബിസിനസ്സുകാർക്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും. സാമ്പത്തികമായി നേട്ടവും പ്രതീക്ഷിക്കാം. കായിക രംഗത്തുള്ളവർക്ക് വിജയമുണ്ടാവും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂർ ഉത്രം അവസാന പാദം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. കുടുംബജീവിതം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പാഴ്ചെലവുകൾ ഉണ്ടാവും. ഭൂമി ഇടപാടുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും പ്രതീക്ഷിച്ച ധനാഗമം ഉണ്ടാവുകയില്ല. വിവാഹപ്രായമായവർക്ക് വിവാഹ തടസ്സം മാറുന്നതിന് പ്രത്യേക വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തേണ്ടി വരും. വാഹനം മൂലം ധനനഷ്ടമുണ്ടാകുവാനും യോഗം കാണുന്നു. കലാകായിക രംഗത്തുള്ളവർക്ക് പല അവസരങ്ങളും നഷ്ടമാകും. ഏറ്റെടുത്ത പല കാര്യങ്ങളും നിറവേറുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. ദോഷപരിഹാരമായി ഗണപതിക്ക് അപ്പനിവേദ്യവും കറുകമാലയും നടത്തിക്കൊള്ളുക. തുലാക്കൂർ ചിത്തിര അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 3 പാദം. കുടുംബജീവിതം ഐശ്വര്യപ്രദമായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കുവാൻ പറ്റും. ബിസിനസ് രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. പല അവസരങ്ങളും തേടിയെത്തും. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവും. കാർഷിക രംഗത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. കലാരംഗത്തുള്ളവർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടും. ട്രാവൽ ടൂറിസം മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂർ വിശാഖം അവസാന ഭാവം, അനിഴം തൃക്കേട്ട. കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. വസ്തു സംബന്ധമായി ചില പ്രശ്നങ്ങളുണ്ടാവും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസമേറിയതായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സുഖാനുഭവങ്ങളും പീഡകളും മാറി മാറി അനുഭവിക്കേണ്ടി വരും. കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല. കലാകായിക രംഗത്തുള്ളവർക്ക് പലവിധ തടസ്സങ്ങളുണ്ടാവും. വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്നവർക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ നേരിടും. ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്താവിനെ എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം. കുടുംബജീവിതം ഐശ്വര്യം നിറഞ്ഞതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ പറ്റും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യത്തിലുണ്ടായ ആശയക്കുഴപ്പം മാറിക്കിട്ടും. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. സർക്കാർ കരാർ പണി ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന ധനം അനുവദിച്ചു കിട്ടും. കല, കായികം എന്നീ മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക മേന്മയും ഉണ്ടാവും. ബന്ധുജനങ്ങളുടെ ആവശ്യത്തിനായി ധനം ചെലവഴിക്കേണ്ടി വരും. കർമ്മരംഗത്ത് സാമ്പത്തിക ലാഭവും സ്ഥാനക്കയറ്റവും ഉണ്ടാവും. ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യമുണ്ടാവും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. മകരക്കൂർ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കുകയില്ല. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ദൂരയാത്ര ആവശ്യമായി വരും. അന്യദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥയുണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനമുണ്ടാവും. വിദേശവാസികൾക്ക് മനക്ലേശം, സാമ്പത്തിക ഞെരുക്കം എന്നിവ അനുഭവപ്പെടും. ദോഷപരിഹാരമായി ഭഗവതിക്ക് നെയ്വിളക്കും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക.
കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം. കർമ്മരംഗത്തും ഗൃഹത്തിലും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടാവും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതായിരിക്കും. ബിസിനസ്സുകാർക്ക് അവിചാരിതമായി ധനനഷ്ടമുണ്ടാവും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടും. ബാങ്ക് ലോണുകൾ യഥാസമയത്ത് ലഭിക്കണമെന്നില്ല. കലാകായിക രംഗത്തുള്ളവർക്ക് സഹപ്രവർത്തകരുടെ പ്രീതിയുണ്ടാവും. കാർഷിക മേഖലയിലുള്ളവർക്ക് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദവും മനക്ലേശവും അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി നരസിംഹമൂർത്തിക്ക് പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. കുടുംബജീവിതം ഐശ്വര്യം നിറഞ്ഞതായിരിക്കും. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാവും. മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും. സുഹൃത്തുക്കളിൽ നിന്നും ധനലാഭമുണ്ടാവും. ഭാഗ്യക്കുറി, ഊഹക്കച്ചവടം എന്നിവ വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക ലാഭവും ഉണ്ടാവും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കാലങ്ങളായി ലഭിക്കേണ്ട ധനം കൈവശം വന്നു ചേരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും. ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ നെയ്വിളക്കും കടുംപായസവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വാരം നേരുന്നു.